ഇതാ ഗുജറാത്തിലെ ഒരു കൃഷ്ണഭക്തന്റെ കഥ കേട്ടോളൂ. ഗുജറാത്തിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ ജീവിച്ചിരുന്ന ഒരു സാധാരണ കർഷകനായിരുന്നു ഗോപാൽ സിംഗ് ബോഡാന. അതിദാരിദ്ര്യത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതം. പക്ഷേ ഹൃദയം മുഴുവൻ നിറഞ്ഞിരുന്നത് ശ്രീകൃഷ്ണനോടുള്ള അനന്തമായ ഭക്തിയായിരുന്നു. വർഷത്തിൽ 2 തവണ വയസ്സായ ആ മനുഷ്യൻ തന്റെ കഷ്ടപ്പാടുകൾക്കിടയിലും ദ്വാരകാപുരി ക്ഷേത്രത്തിലേക്ക് പോകും. കയ്യിൽ ചെറിയൊരു തുളസിമാലയും കരുതിക്കൊണ്ട് തന്റെ കാളവണ്ടിയിലാണ് യാത്ര. അയാളുടെ അധരങ്ങൾ എപ്പോഴും രാധേ കൃഷ്ണ മന്ത്രം ജപിച്ചുകൊണ്ടേയിരിക്കും. വർഷങ്ങൾ കടന്നുപോയി. ഒരു ദിവസം ദ്വാരകയിലെത്തി കൃഷ്ണനെ കണ്ടപ്പോൾ ബോഡാനയുടെ കണ്ണുകൾ നിറഞ്ഞു. കൃഷ്ണവിഗ്രഹം നോക്കി നിറഞ്ഞ കണ്ണുകളോടെ വിറയുന്ന ശബ്ദത്തിൽ അദ്ദേഹം പറഞ്ഞു, കൃഷ്ണ, ഇനി എനിക്കിതുപോലെ ഇത്രദൂരം വരാൻ കഴിയില്ല. ഈ വൃദ്ധശരീരം ക്ഷീണിച്ചു. ഏറെ ക്ഷീണിതനായ ബോഡാന അന്നു രാത്രി ക്ഷേത്രത്തിൽ തന്നെ കിടന്നുറങ്ങി. ആ രാത്രി ക്ഷേത്രത്തിൽ എല്ലാവരും ഉറങ്ങിക്കിടക്കുമ്പോൾ ബോഡാനയ്ക്ക് ഒരു ദിവ്യസ്വപ്നം ലഭിച്ചു. ആ സ്വപ്നത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പുഞ്ചിരിയോടെ അയാളുടെ മുന്നിൽ നിന്നു. ബോഡാന, നീ ഇനി ദ്വാരകയിലേക്ക് വരേണ്ട, ഞാൻ നിന്നോടൊപ്പം വരാം. ബോഡാന ഞെട്ടി ഉണർന്നു. സ്വപ്നമോ സത്യമോ എന്നറിയാതെ അദ്ദേഹം ക്ഷേത്രത്തിനു മുന്നിലേക്ക് ചെന്നു. ക്ഷേത്രനട അടച്ചിരിക്കുകയാണ്. ക്ഷേത്രവാതിലിനു മുന്നിൽ സാഷ്ടാംഗം പ്രണമിച്ചു അയാൾ. അപ്പോഴേക്കും അയാളുടെ ഉറക്കം വിട്ടുപോയിരുന്നു. ക്ഷീണവും മാറിയതുപോലെ. എങ്കിൽ പിന്നെ ഇപ്പോൾ തന്നെ നാട്ടിലേക്ക് തിരിക്കാം. നേരം പുലരുന്നതുവരെ കാത്തിരിക്കേണ്ടല്ലോ. അങ്ങനെ ആ മനോഹര സ്വപ്നത്തെപ്പറ്റി മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അയാൾ തന്റെ കാളവണ്ടിയിൽ സ്വന്തം ഗ്രാമത്തിലേക്ക് യാത്രയായി. രാവിലെ ക്ഷേത്രപൂജാരിമാർ നട തുറന്നപ്പോൾ ഞെട്ടിപ്പോയി. വിഗ്രഹം കാണാനില്ല. അന്നു രാത്രി അവിടെ തങ്ങിയ ചിലരിൽ നിന്ന് ബോഡാനയെപ്പറ്റി അറിഞ്ഞു. രാത്രിക്കു രാത്രി അയാൾ മടങ്ങിയെന്നുകൂടി കേട്ടപ്പോൾ അയാൾ വിഗ്രഹം മോഷ്ടിച്ചു എന്ന് പൂജാരിമാർ ഉറപ്പിച്ചു. സ്ഥിരമായി എത്തിയിരുന്ന ബോഡാനയെ അവിടെ പലർക്കും അറിയാമായിരുന്നു. അവരിൽ നിന്ന് ചോദിച്ചറിഞ്ഞ് പൂജാരിമാരും കുറച്ചാളുകളും ചേർന്ന് ബോഡാനയുടെ ഗ്രാമമായ ഡോക്കാറിലേക്ക് തിരിച്ചു. അങ്ങനെയവർ